ഹായ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് CSEB പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലെ ആദ്യത്തെ 30 കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശരിക്കും കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഓക്കെ, 1985/18 എന്ന കോഡിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 160 ആണ്. 20 ഫ്രം GK, 20 ഫ്രം ഇംഗ്ലീഷ്, 20 ഫ്രം മാത്സ് ആൻഡ് 100 ഫ്രം കോപ്പറേഷൻ. നമ്മൾ ഫസ്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെക്ലഗാൻ കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദി ഇയർ. മെക്ലഗാൻ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1914 അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1915. എന്താണ് 1919 കോപ്പറേറ്റീവ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതാണ് ഇത് 1919. എന്നാൽ ഫസ്റ്റ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്ത വർഷമാണ് ഇത് 1904. 1904 ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് പാസ് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. All the enthusiasm in the world will not be enough unless we have trained personnel to run cooperatives. നമ്മൾ എന്തെന്നെ ചെയ്ത് കൂട്ടിയിട്ടും കാര്യമില്ല, നല്ല രീതിയിലുള്ള ട്രെയിൻഡ് എംപ്ലോയീസ് ഇല്ലെങ്കിൽ കോർപ്പറേഷൻ വിജയിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? നെഹ്റു പറഞ്ഞതാണ് എന്ത്? വി ഹാവ് ട്രെയിൻഡ് പേഴ്സണൽ ടു റൺ കോപ്പറേറ്റീവ്സ്. എന്തൂസിയാസം എന്നുള്ള വേർഡ് അതല്ലെങ്കിൽ ട്രെയിൻഡ് പേഴ്സണൽ എന്നുള്ള കീവേഡ് വെച്ച് നമുക്ക് പഠിക്കാം. ആരാണ് പറഞ്ഞത്? എന്തൂസിയാസം ജവഹർലാൽ നെഹ്റു ആണെന്ന് പഠിക്കാം. എന്തൂസിയാസം എന്ന് കണ്ടാൽ പിന്നെ ഒന്നും സംശയിക്കരുത്, ആരാണ്? നെഹ്റു ആണ് എന്ന് അങ്ങനെ പഠിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. അല്ലാതെ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണമെന്ന് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഏതെങ്കിലും ഒരു കീവേഡ് പഠിക്കുക, ആ കീവേഡും ആ വ്യക്തിയുടെ പേരും കണക്ട് ചെയ്ത് അതിനെ അങ്ങനെ പഠിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിങ്കിങ് ഫണ്ട് ക്രിയേറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ്. സിങ്കിങ് ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടി ഫണ്ട് കണ്ടെത്താൻ നമ്മൾ ആദ്യം ഓരോ വർഷവും നീക്കി വെക്കുന്ന തുകയെ നമ്മൾ പറയുന്ന പേരാണ് സിങ്കിങ് ഫണ്ട് എന്ന്. അതായത് നമുക്കറിയാം, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ റിഡീം ചെയ്യണം. റിഡീം ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഫണ്ട് വേണം അല്ലേ? നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷൊക്കെ തിരിച്ചു കൊടുക്കണം. അതിന് വേണ്ടി നമ്മൾ തിരിച്ചു കൊടുക്കാൻ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വർഷവും സർട്ടൻ എമൗണ്ട് മാറ്റിവെക്കുന്ന ഫണ്ടാണെന്ത്? സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്തിനു വേണ്ടിയിട്ട് നിർമ്മിക്കുന്നതാണെന്നാണ് പറഞ്ഞത്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ റിഡീം ചെയ്യാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് സിങ്കിങ് ഫണ്ട് എന്ന് ചോദിക്കുകയാണ്. ചെയർമാൻ ഓഫ് ഗ്രാഫിക്കാർഡ്. ഗ്രാഫിക്കാർഡിൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശിവരാമനാണ്. ഏത് കമ്മിറ്റി? ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് ഏതിനെയാണ്? നബാർഡ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി അല്ലെങ്കിൽ ഗ്രാഫിക്കാർഡ് കമ്മിറ്റി. നബാർഡ് ഏത് വർഷമാണ് ഫോം ചെയ്തത്? 1982 ജൂലൈ 12 ഫോം ചെയ്ത നബാർഡിൻ്റെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഗ്രാഫിക്കാർഡ് ശിവരാമൻ കമ്മിറ്റി. ഇനി ചോദിക്കുകയാണ്, മിനിമം ഇൻവോൾവ്മെൻറ്റ് ഈസ് പുട്ട് ഫോർവേഡ് ബൈ. എന്താണ് മിനിമം ഇൻവോൾവ്മെൻറ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത്? ആരാണ്? നബാർഡാണ്. നബാർഡുമായി ബന്ധപ്പെട്ടതാണ് ഇത് മിനിമം ഇൻവോൾവ്മെൻറ്റ്. ചോദിക്കും, മിനിമം ഇൻവോൾവ്മെൻറ്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നബാർഡുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഇന്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ബീങ് ഫിനാൻസ്ഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇതിലേതോ ഒന്ന് ഇന്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ് അതിൻ്റെ ഫിനാൻസ് കൊടുക്കുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഏതാണത്? കാംകോ ആണ് അല്ലേ? 1973 ഉണ്ടാക്കിയിട്ടുള്ള കാംകോ നമ്മുടെ കർണാടകയിലാണ്. കർണാടകയും കേരളയും ഇവിടെ കൂടി ഉണ്ടായിട്ടുള്ള ഒരു ഇന്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, കോപ്പറേറ്റീവ് ഫെഡറേഷനാണ് ഇത് കാംകോ. അരീക്കനറ്റ് ആൻഡ് കോക്കോ മാർക്കറ്റിംഗ് ആണ് അതിൽ വരുന്നത്. അതിന് ഫണ്ട് സ്പോൺസർ ചെയ്യുന്നത് ആരാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
റെഗുലേറ്റഡ് മാർക്കറ്റ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അതിന് റെക്കമെൻഡ് ചെയ്തിരുന്ന ആളാരാണ്, ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ്. ഏത് വർഷം? 1928 റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ആരാണ് ഹെഡ്? എച്ച് കാൾവേർട്ട് ആണ്. ആരാണ്? കാൾവേർട്ടിൻ്റെ അധ്യക്ഷതയിലുള്ള റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ് ഏത് റെക്കമെൻഡ് ചെയ്തത്? റെഗുലേറ്റഡ് മാർക്കറ്റ് റെക്കമെൻഡ് ചെയ്തത് എന്നാൽ ചോദിക്കുകയാണ്. ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ആരാണ് ഫോർമുലേറ്റ് ചെയ്തത്? ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? NCDC ആണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. 1963 മാർച്ച് 14 ഫോം ചെയ്തിട്ടുള്ള NCDC ആണ് ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ഫോർമുലേറ്റ് ചെയ്തത്. എന്നാൽ ചോദിക്കുകയാണ് റൂറൽ കൺസ്യൂമർ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? റൂറൽ കൺസ്യൂമർ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആര് തന്നെയാണ്? NCDC ആണ്. ലീഡ് ആൻഡ് ലിങ്ക് സ്കീമിനെ മറ്റു രൂപത്തിൽ പറയുന്നതാണ് റൂറൽ കൺസ്യൂമർ സ്കീം. അവിടെ കൺസ്യൂമർ ഉണ്ട്, ഒരിക്കലും കൺസ്യൂമർ സൊസൈറ്റിയുടെ പേര് എഴുതി വെക്കരുത്. ആരാണ്? NCDCയുടേതാണ്. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു ട്രേഡ് ഡെപ്പോസിറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ ഡേഷ് സൊസൈറ്റീസ്. ട്രേഡ് ഡെപ്പോസിറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? മാർക്കറ്റിംഗ് ആണോ കൺസ്യൂമർ ആണോ എന്ന് ചോദിക്കും. രണ്ടും കൺഫ്യൂഷൻ ആക്കും. ട്രേഡ് ഡെപ്പോസിറ്റ് TDC എന്ന് പഠിക്കുക. ട്രേഡ് ഡെപ്പോസിറ്റ് കൺസ്യൂമറുമായി ബന്ധപ്പെട്ടതാണ്. TDC ട്രേഡ് ഡെപ്പോസിറ്റ് കൺസ്യൂമറുമായി ബന്ധപ്പെട്ടതാണ്, ഒരിക്കലും മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടതല്ല. അതങ്ങനെ എഴുതി വെക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ആപ്കോസ് ദ വാല്യൂ ഓഫ് മിൽക്ക് ഈസ് കാൽക്കുലേറ്റഡ്. ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മിൽക്കിൻ്റെ വാല്യൂ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫാറ്റ് ആൻഡ് SNFിൻ്റെ അടിസ്ഥാനത്തിലാണ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മിൽക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതാണ്. The purpose of calculating the term of committee is 5 years from the date of. എന്ന് മുതലുള്ള 5 വർഷമാണ് ഒരു ടേം ഓഫ് കമ്മിറ്റി എന്ന് പറയുന്നത്. എന്ന് മുതലാണ്? എലക്ഷൻ നടന്ന ആ ഡേറ്റ് മുതൽ 5 വർഷം വരെയാണ് എന്തായിട്ട് കണക്കാക്കുക? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിങ് കമ്മിറ്റിയുടെ ടേം എന്ന് കണക്കാക്കുന്നത് 5 വർഷമാണ്. നമുക്കറിയാം ആ 5 വർഷം എന്ന് പറയുന്നത് എന്ന് മുതലാണ്. എലക്ഷൻ കഴിഞ്ഞത് മുതൽ 5 വർഷമാണ്. അല്ലാതെ ഒരിക്കലും അവർ പ്രസിഡന്റ് ഇവർക്ക് തിരഞ്ഞെടുത്ത ആ സമയം എന്നല്ല. എന്നാണോ ഇലക്ഷൻ നടത്തത്, ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഇലക്ഷൻ നടത്തിയത്, അന്ന് മുതലാണ് എന്ത് ചെയ്യുക? 5 വർഷം കണക്കാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. കാഷ്വൽ വേക്കൻസി ഓഫ് ആൻ എലക്റ്റഡ് മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഷാൾ ബി filled up by the nomination by the committee if the term of office of the period less than dash of the origin term. അതായത് എലക്റ്റഡ് മെമ്പേഴ്സിൽ ഏതെങ്കിലും ക്യാഷ്വൽ വേക്കൻസി വന്നു, അതായത് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാരണത്താൽ പുറത്ത് പോയി, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അതിവിടെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പുതിയ ആളെ വെക്കും. അത് വെക്കുന്നത് എത്ര കാലയളവ് ബാക്കിയുണ്ടെങ്കിലാണെന്നാണ്. എങ്ങനെയാണ്? 1/2, അതായത് പകുതിയേക്കാൾ കുറവ് കാലയളവേ ഉള്ളൂ. 5 വർഷത്തിൽ 2.5 വർഷം കഴിഞ്ഞ് പോയിട്ടുണ്ട്, ഇനി 2.5 വർഷത്തിൽ കുറവേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? നോമിനേഷനിലൂടെ പുതിയ ആളെ എലക്ട് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ദർ ഈസ് ഈക്വാലിറ്റി ഓഫ് 2 വോട്ട് ഷാൾ എക്സൈസ് എ സെക്കൻഡ് വോട്ട് ഓർ കാസ്റ്റിംഗ് വോട്ട്. അതായത് വോട്ട് ചെയ്തപ്പോൾ അവിടെ ഈക്വാലിറ്റി ആയി, അപ്പോൾ അവിടെ കാസ്റ്റിംഗ് വോട്ട് ചെയ്യണം അല്ലേ? ആ കാസ്റ്റിംഗ് വോട്ട് സെക്കൻഡ് വോട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡന്റിനാണോ അതുപോലെ തന്നെ സെക്രട്ടറിക്കാണോ? ആർക്കാണ്? പേഴ്സൺ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ്. 2 ഓപ്ഷൻ ഉണ്ടാവും. പ്രസിഡന്റ് എഴുതി വെക്കരുത്. ഇത് പേഴ്സൺ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ് എന്ന് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? പ്രസിഡന്റ് എഴുതുക. ഓക്കെ. പേഴ്സൺ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ, ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു കണ്ടക്ട് ദി എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റിനെയും ആദ്യം നമുക്കറിയാം ജനറൽ ബോഡി വിളിച്ചു കൂട്ടി എലക്ഷൻ നടത്തി. എലക്ഷനിൽ നമുക്ക് മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സിന് കിട്ടും അല്ലേ? ആ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സിൽ നിന്നും ആരെ സെലക്ട് ചെയ്യും? അവിടെയുള്ള അവർക്ക് വേണ്ട പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയൊക്കെ എലക്ട് ചെയ്യും. ആ എലക്ട് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. എന്നാണ്? മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും എലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആരെലക്ട് ചെയ്യും? ഇലക്ഷൻ കമ്മീഷനാണ് എലക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു ഇതാണ്. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഷാൾ ബി പബ്ലിഷ്ഡ് വിത്തിൻ ഡേയ്സ് പ്രയർ ദ ഡേറ്റ് ഓഫ് ഫിക്സഡ് ഫോർ പോൾ. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാണ് പബ്ലിഷ് ചെയ്യേണ്ടത്? 20 ദിവസത്തിനുള്ളിൽ. ഇലക്ഷൻ്റെ 20 ദിവസത്തിന് മുമ്പെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം?
ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അതാണ് ആസ് പെർ ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പ്രകാരം നമുക്കറിയാം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ്. ഒരു ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് ഭാഗമുണ്ട് അല്ലേ, അസറ്റ് സൈഡും ഉണ്ടാവും ലയബിലിറ്റി സൈഡും ഉണ്ടാവും. അസറ്റിൻ്റെ ഒരു ഭാഗത്ത് അസറ്റ് സൈഡ് മാത്രം എഴുതുമ്പോൾ ഈ ഭാഗത്ത് ലയബിലിറ്റീസും എഴുതും ക്യാപിറ്റലും എഴുതും. അത് തന്നെയാണ് ഡുവൽ കോൺസെപ്റ്റ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻസ് ഇൻ ദി ട്രയൽ ബാലൻസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു. നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് തയ്യാറാക്കി, ആ ലെഡ്ജർ അക്കൗണ്ട്സിലെ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ട്രയൽ ബാലൻസ് തയ്യാറാക്കും. കോപ്പറേറ്റ് സൊസൈറ്റിയിലാണെങ്കിൽ എന്താ തയ്യാറാക്കുക, റിസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും. അങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗം ഈക്വൽ ആവാതെ വന്നാൽ ആ ക്യാഷ് എങ്ങോട്ട് മാറ്റുമെന്നുള്ളതാണ്. എങ്ങോട്ടാണ് മാറ്റുക? സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റുന്നതാണ്. അങ്ങോട്ട് സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വിൽ ബി ദി എഫക്റ്റ് വേജസ് പെയ്ഡ് ₹500 ഓൺ ദി അക്കൗണ്ടിങ് ഇക്വേഷൻ. 500 രൂപ കൊടുത്താൽ വേജസ് ആയിട്ട് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. ക്യാഷ് കുറയും, അതുപോലെ തന്നെ ക്യാപിറ്റലും കുറയും. അത് തന്നെയാണ് റൈറ്റ് ആൻസർ. ക്യാപിറ്റൽ കുറയും, ക്യാഷ് കൂടുമോ? ക്യാഷ് കൊടുക്കല്ലേ യാക്ക്, ക്യാഷ് ഒരിക്കലും കൂടൂല. പ്ലസ് ക്യാഷ് കൂടൂല. നൺ ഓഫ് ദി ഇതുമല്ല. ഏതാണ് ആൻസർ? മൈനസ് ക്യാഷ്. ക്യാഷ് കുറയും, അതോടൊപ്പം തന്നെ ക്യാപിറ്റലിൽ നിന്നും എന്ത് ചെയ്യും? അത്രയും എമൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഈക്വൽ ടു ഓവർ ഹെഡ് ആണ്. എന്നാൽ ചോദിക്കുകയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് നോൺ ആസ് പ്രൈം കോസ്റ്റ് ആണ്. ഇപ്പോൾ ഡയറക്റ്റുകൾ 3 ഡയറക്റ്റ് ആണെങ്കിൽ പ്രൈം ആണ്, എന്നാൽ 3 ഇൻഡയറക്റ്റ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓവർ ഹെഡ് എന്ന്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓവർ ഹെഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ ചെക്ക് ഡെപ്പോസിറ്റഡ് വിത്ത് ദ ബാങ്ക് ഈസ് ഡിസോണഡ്. ബാങ്കിലെ ചെക്ക് കൊണ്ട് കൊടുത്തു, അത് ഡിസോണറായി. ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ എവിടെ റെക്കോർഡ് ചെയ്യുന്ന? ക്യാഷ് ബുക്കിൽ എവിടെ റെക്കോർഡ് ചെയ്യുക? ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. ചെക്ക് ബാങ്ക് കൊണ്ടേ കൊടുത്തു, അത് ഡിസോണറായി. എവിടെ ചെക്ക്? ക്യാഷ് ബുക്കിൻ്റെ എവിടെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത് ഡിസോണറായ എമൗണ്ട്. ഓക്കെ, അടുത്ത് നോക്ക്, പനിഷ്മെൻറ്റ് ഫോർ ഡിസോണർ ഓഫ് ചെക്ക് ഓൺ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്. നമ്മളൊരാൾക്ക് ചെക്ക് കൊടുത്തു, ചെക്ക് കൊടുത്തിട്ട് അയാൾ ബാങ്കിൽ പോയപ്പോൾ അതിൽ ഫണ്ടില്ല. അതിനെന്താണ് പനിഷ്മെൻ്റ് എന്നാണ്. പനിഷ്മെൻ്റ് എന്ന് പറയുന്നത് 2 ഇയർ തടവ്, 2 വർഷം തടവും, അതുപോലെ തന്നെ ആ ചെക്കിൽ എത്ര രൂപയായിരുന്നോ ഉണ്ടായിരുന്നത് അതിൻ്റെ 2 ഇരട്ടി പിഴയും, അതല്ലെങ്കിൽ 2ഉം കിട്ടും. ഇംപ്രിസ്മെൻറ്റ് ഫോർ a term of 2 years and fine which may be extended to the twice amount of check. ചെക്കിൽ എഴുതിയിട്ടുള്ള എമൗണ്ടിൻ്റെ ഇരട്ടി തുക ഫൈനായിട്ടും അതല്ലെങ്കിൽ 2 വർഷം കഠിന തടവുമായിട്ടായിരിക്കും എന്ത് ചെയ്യുക? അതിന് ശിക്ഷിക്കുക. അപ്പോൾ ചെക്ക് കൊടുക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക. അടുത്ത്, നോ ജോയിൻ്റ് അക്കൗണ്ട് ഈസ് പെർമിറ്റഡ് ഇൻ ദി കേസ് ഓഫ്. ജോയിൻ്റ് അക്കൗണ്ട് എവിടെയാണ് പെർമിറ്റ് ചെയ്യാത്തത്? 2 വുമൺ പെർമിറ്റ് ചെയ്യൂലേ അല്ലേ? മെജോറിറ്റി ആയ 2 ആളുകളാണ്. 2 ഓൾഡ് മെൻ, 2 വയസ്സായ ആൾക്കാരാണ്, അതും കുഴപ്പമില്ല. 2 മൈനേഴ്സ്, 18 വയസ്സാവാത്ത 2 ആളുകൾക്കാണ്. അവരൊക്കെ എന്ത് ചെയ്യൂല, അവരെന്ത് പെർമിറ്റ് ചെയ്യില്ല? ജോയിൻ്റ് അക്കൗണ്ട് പെർമിറ്റ് ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോ ഈസ് നോട്ട് എ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഇതിലെ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി അല്ലാത്തത് ഏതാണെന്നാ ചോദ്യം. എന്താ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കേണ്ട ലയബിലിറ്റി എന്ന് പറയാം ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഒരാൾ വന്നുകൊണ്ട് നമ്മുടെ ബാങ്കിൽ നിക്ഷേപിച്ച പൈസയാണ് അവർ ചോദിച്ചാൽ കൊടുക്കണം. അതെന്താണ്? ടൈം അല്ലെങ്കിൽ ഡിമാൻഡ് ലയബിലിറ്റിയാണ്. നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്. കറണ്ട് അക്കൗണ്ടിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അവർ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. റെക്കറിംഗ് ഡെപ്പോസിറ്റ്, നമ്മൾ അവർ ഓരോ ദിവസവും എന്ത് ചെയ്യാണ്? കുറഞ്ഞ എമൗണ്ട് 100 രൂപയൊക്കെ വെച്ചാണ്ട് നമ്മളെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബുക്കിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ കടകളൊക്കെ പോയിട്ടൊക്കെ പിരിക്കുന്ന, അതാണ് എന്ത്? റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അതും എന്താണ്? ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ഡിമാൻഡ് ലയബിലിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ്, നമ്മൾ സാധാരണ എടുക്കുന്ന അക്കൗണ്ടാണ് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ്. അത് നമുക്ക് എപ്പോഴും വിഡ്രോ ചെയ്തൂടെ? അതുകൊണ്ട് അതെന്താണ്? ഡിമാൻഡ് ടൈം ലയബിലിറ്റിയാണ്. എന്നാൽ റിസേർവ്സ് അങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമല്ല. അത് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുത്തു വെക്കുന്ന തുകയാണ് റിസേർവ്സ് എന്ന് പറയുന്നത്. അതെന്തല്ല? ഒരു ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി അല്ല എന്നുള്ളതാണ് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വൺ ഓഫ് ദി ഫോളോയിങ് ഇൻഷുറൻസ് ഈസ് നോട്ട് അറേഞ്ച്ഡ് ബൈ ദി ബാങ്ക്. ഇതിലേതോ ഒരു ഇൻഷുറൻസ് നമ്മുടെ ബാങ്ക് അറേഞ്ച് ചെയ്യാറില്ല. ഏതൊക്കെയാണ് അറേഞ്ച് ചെയ്യാറുള്ളത്? നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയാണ്ട് സ്വർണം പണയം വെക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അതിന് ഇൻഷുറൻസ് എടുപ്പിക്കും അല്ലേ? ഇനിയോ നമ്മളൊരു വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ആണ് എടുക്കുന്നത്, വാഹനത്തിൻ്റെ മുകളിലാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അതിന് ഹൈപ്പോത്തിക്കേഷൻ എന്നാണ് പറയുക, അതിന് അവരെന്ത് ചെയ്യും? ഇൻഷുറൻസ് എടുപ്പിക്കും. നമ്മുടെ ലാൻഡ് ബിൽഡിംഗ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ മോർട്ട്ഗേജ് എന്നാണ് പറയുക, അതിന് അവർ ഇൻഷുറൻസ് എടുപ്പിക്കും. അപ്പോൾ പ്ലഡ്ജിന് എടുക്കും, മോർട്ട്ഗേജിന് വേണം, ഹൈപ്പോത്തിക്കേഷന് വേണം. ഇനിയിപ്പോൾ ഇത് മൂന്നല്ലാത്ത ഏത് നോക്കിയാൽ പോരെ. ഹൈപ്പോത്തിക്കേഷനും എന്ത് ചെയ്യണം? വേണം. ഗോൾഡ് വേണം, പ്ലഡ്ജിന് വേണം, ബിൽഡിങ്ങിന് വേണം, മോർട്ട്ഗേജിന് വേണം. വാല്യൂബിൾ ഇൻ ദി സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ. നമ്മൾ ലോക്കറിൽ എന്തെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണെങ്കിൽ, വെക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആ ലോക്കറിന് റെൻറ്റ് കൊടുക്കണം എന്നല്ലാതെ വേറെ അതിൽ യാതൊരു ഉത്തരവാദിത്വം അവർക്കില്ല. അതിൽ യാതൊരു ഉത്തരവാദിത്വം അല്ല. നമുക്കൊരു അതിൻ്റെ ഒരു എന്ത് ചെയ്യും? ഒരു കീ നമ്മളെ കയ്യിൽ തരുന്നുള്ളൂ, വേറെ അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് അറേഞ്ച് ചെയ്യാത്തത് ഇത് മാത്രമാണ്, വാല്യൂബിൾസ് ഇൻ ദി സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൽ മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വൺ ഓഫ് ദി ഫോളോ ഈസ് നോട്ട് ടേക്കൺ. കറണ്ട് അക്കൗണ്ട് കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി ഒരു ബാങ്ക് പോയിട്ട് എന്ത് ചെയ്യാണ്? കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. ഇതിലേതിലൊന്ന് എന്ത് ചെയ്യൂല? എടുക്കൂല. ഏതൊക്കെയാണ്? ഒന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ബിസിനസ്. അതൊന്നും കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞില്ല, സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്ലിക്കേഷൻ ഫോം വേണം, മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വേണം. ഒരിക്കലും എന്ത് വേണ്ട? കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് വേണ്ട. രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം, MOA വേണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണം, അപ്ലിക്കേഷൻ ഫോം വേണം. എന്ത് മാത്രം വേണ്ട? ബിസിനസ് തുടങ്ങി അറിഞ്ഞാണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും? അതുണ്ടാവില്ല അല്ലേ? ഇൻകോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്തതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് മൂന്നും വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ഈസ് ദ മിനിമം ലിമിറ്റ് ഇൻ ദി RTGS സിസ്റ്റം. ഇത് RTGS എന്ന് പറഞ്ഞാൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. മിനിമം ലിമിറ്റ് എത്രയാണ്? 2 ലക്ഷം രൂപയാണ് നമുക്കതിൽ മിനിമം എന്ത് ചെയ്യാൻ പറ്റുക? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. മാക്സിമം ലിമിറ്റ് ഇല്ല, മിനിമം 2 ലക്ഷം രൂപയാണ്, മാക്സിമം ലിമിറ്റ് ഇല്ല. 2004 RTGS സിസ്റ്റം വന്നത്. അടുത്തത് ചോദിക്കുന്നതാണ്, ദെയർ ആർ ഡേസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആസ് പെർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പ്രകാരം എത്ര നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്? എത്ര ഉണ്ട്? 3 ഏതൊക്കെയാണ്? PBC അല്ലേ? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ഇത് 3 സെക്ഷൻ 4, 5, 6 ഇത് 3 ഏത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരം പറയുന്ന 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. അല്ലാതെ പറയുകയാണെങ്കിൽ ഡ്രാഫ്റ്റ് കൂടി വരും, പക്ഷെ ഇവിടെ NA ആക്ട് പ്രകാരം ഡ്രാഫ്റ്റിനെ പറയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇസ് ദ സെൻട്രൽ ബാങ്ക് ഡിസ്കൗണ്ട് ദി എലിജിബിൾ ബിൽ ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ബാങ്ക് റേറ്റ് ആണ്. ഡിസ്കൗണ്ട് എന്ന് കണ്ടാൽ തന്നെ എന്ത് ചെയ്താ? ബാങ്ക് റേറ്റ് ചെയ്താൽ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേയ്മെൻറ്റ് അക്കോർഡിംഗ് ടു അപ്പാരൻറ്റ് ടെന്യൂർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സും പേയ്മെൻറ്റും ഓർഡർ ഇൻ ഡ്യൂ കോഴ്സും ഒക്കെ നല്ല മാറ്റം ഉണ്ട്, അതൊക്കെ ശരിക്കും പഠിക്കണം. പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാരൻറ്റ് ടെന്യൂർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, അത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാവാൻ പാടില്ല, നമ്മൾ മോഷ്ടിച്ചതാവാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ അപ്പാരൻറ്റ് ടെന്യൂർ എന്ന് കണ്ടാൽ പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് ആണ് ആൻസർ എന്ന് വരുമെന്ന് പഠിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ക്യാപിറ്റൽ കമ്മിറ്റഡ് ടു ഫോം ഓഫ് ഷെയർ ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാഷിൻ്റെ രൂപത്തെയാണ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റിസ്കി മേഖലയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ത് ശരിക്കും പറയാം? വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയാം. ഹൈ റിസ്കി സെക്യൂരിറ്റീസൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ വെഞ്ചർ ക്യാപിറ്റൽ എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ഡാഷ് വെഞ്ചർ ക്യാപിറ്റൽ ഈസ് എ ക്യാപിറ്റൽ കമ്മിറ്റഡ് ഇൻ ദി ഫോം ഓഫ് ഷെയർ ഹോൾഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപിറ്റലാണ് ഇത് വെഞ്ചർ ക്യാപിറ്റൽ. ഓക്കെ, റിസ്ക് ഉള്ള ക്യാപിറ്റലാണ് ശരിക്കത്, പക്ഷേ ഒരിക്കലും റിസ്ക് ക്യാപിറ്റൽ എന്നല്ല അതിന് പറയാം, അതിന് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് തന്നെയാണ് പറയുക. പ്രിഫറൻസ് ഷെയർ ആണ് റിസ്ക് ഇല്ലാതെയാണ്, ഒരു റിസ്ക്കും ഇല്ല. കാരണം ഫിക്സഡ് പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും പ്രിഫറൻസ് ഷെയർ എടുത്തു കഴിഞ്ഞാൽ. 15% പ്രിഫറൻസ് ഷെയർ എടുത്തു കഴിഞ്ഞാൽ 15% ഡിവിഡൻഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇക്വിറ്റി ഷെയർ അങ്ങനെയല്ലല്ലോ, ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും ഡിവിഡൻഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? വെഞ്ചർ ക്യാപിറ്റലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർമനന്റ് ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അൻ അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ എന്ന് കണ്ടാൽ ഒന്നുമില്ല, ഡിപ്രീസിയേഷൻ തന്നെയാണ്. വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ, പാസേജ് ഓഫ് ടൈം, കുറേ സമയത്തിനനുസരിച്ച് അത് ഒബ്സലസൻസ് ഒക്കെ ആയിട്ട് വരും. ഇവിടെ റിസർവ് നമ്മൾ പൈസ മാറ്റി വെക്കുന്നതാണ് ഡിപ്ലീഷന്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷനാണ് നമുക്ക് ഇവിടെ എന്ത് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിസർവ് ക്രിയേറ്റഡ് ടു മീറ്റ് അൺഎക്സ്പെക്റ്റഡ് ലയബിലിറ്റി. അൺഎക്സ്പെക്റ്റഡ് ലയബിലിറ്റി ഭാവിയിൽ വരാനുള്ള ലയബിലിറ്റിയാണ്, പക്ഷെ നമുക്ക് ഉറപ്പില്ല. അതിന് മീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന എമൗണ്ടാണ് എന്ത്?
പ്രൊവിഷൻ വെക്കുക. ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്താണ്, കുറച്ച് പൈസ കിട്ടാതാവുന്ന ഉറപ്പാണ്, അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവിഷൻ വെക്കാം. അങ്ങനെ പൈസ ക്യാഷ് മാറ്റി വെക്കുകയാണെങ്കിൽ അതിനാണ് എന്താ പറയുക, പ്രൊവിഷൻ വെക്കുക എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ക്ലാസിഫൈഡ് ആൻഡ് കൺസോൾട്ടേറ്റഡ് സമ്മറി ഓഫ് ഡേ ബുക്ക്. ഡേ ബുക്കിൻ്റെ കൺസോൾട്ടേറ്റഡ് സമ്മറിയാണ് ഇത് ജനറൽ ലെഡ്ജർ. ഏതാണ്, ജനറൽ ലെഡ്ജർ ആണ്. എന്നിട്ട് ചോദിക്കുകയാണ് റിട്ടൺ എവിഡൻസ് ഇൻ ദി ഒറിജിനൽ ഈസ് സെഡ്. റിട്ടൺ എവിഡൻസ് അതിനാണ് എന്താ പറയുക, പ്രൈമറി വൗച്ചർ എന്ന് പറയാം. എന്നാൽ പ്രൈമറി വൗച്ചർ പോയാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നതിന് എന്താ പറയുക, കൊളാട്ടറൽ വൗച്ചർ എന്ന് പറയാം. അപ്പോൾ റിട്ടൺ എവിഡൻസ് ഒറിജിനൽ ആണെന്ത്, പ്രൈമറി വൗച്ചർ. ഒറിജിനലാണ് പ്രൈമറി, അത് നഷ്ടപ്പെട്ടാൽ എന്ത് കൊടുക്കും, കൊളാട്ടറൽ വൗച്ചർ കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടൻസി ബിഗിൻ വേർ ഡാഷ് എൻഡ്. എന്ത് തീരുമ്പോൾ അക്കൗണ്ടൻസി തുടങ്ങാറുള്ളത്, ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ടൻസി തുടങ്ങും അല്ലേ. അക്കൗണ്ടൻസി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഓഡിറ്റിംഗ് തുടങ്ങും. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ അക്കൗണ്ടൻസി ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞാൽ അക്കൗണ്ടൻസി തുടങ്ങുകയാണ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇതിന് മുമ്പും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.